എന്താ വിശേഷങ്ങള്? നല്ല വിശേഷം സമയം. മഴയും പേപ്പർ കച്ചവടവും നല്ല കോലം. രാവിലെ 4 മണിക്ക് എടുത്ത് പോകും, 9 മണി വരെ തന്നെ. വൈകിക്കഴിഞ്ഞാൽ ആൾക്കാർ ചോദിക്കും എന്താ ഇന്ന് വൈകിയിരിക്കുന്നത്, അവർക്ക് മഴയേ അറിയില്ല. എന്താണ് ഈ പത്രക്കാർക്ക് കഷ്ടം തന്നെ അല്ലേ? അയ്യോ ദുരിതം ദുരിതം. എല്ലാവർക്കും രാവിലെ ഒരു 8 മണിക്ക് പണിക്ക് പോയാൽ മതി. ഇതോ ഇത് 4 മണിക്ക് വീട്ടിൽ നിന്നിട്ട് നമ്മാറ മുക്കിൽ പോയി പത്രക്കെട്ടുകളൊക്കെ തരംതിരിച്ച് അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും. വരുന്ന വഴിക്ക് ഓരോ ആൾക്കാർക്ക് വേണ്ടപ്പെട്ട ആൾക്കാര് മറ്റേ കൊടുക്കുക. മാസം തികയുമ്പോ മഴയാണെങ്കിലും മഴയും വെയിലും കാറ്റും ഒരു പ്രശ്നവുമില്ല. ദുരന്തകരമായിട്ടുള്ള ജീവിതം. ഓ പത്രക്കമ്പനിക്കാർക്കൊന്നും ഇത് അറിയേണ്ട കാര്യമില്ല. അവർ കെട്ടുകൂടെ തന്നു കഴിഞ്ഞാൽ ഗണ്ണം കറക്റ്റായി. എന്താണ് സീമണിയേട്ടാ, എത്ര വർഷമായി നിങ്ങൾ തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങിയിട്ട് 27 വർഷം കഴിഞ്ഞു. 27 വർഷം കഴിഞ്ഞു. ഇനി 10 മണിക്ക് വീട്ടിൽ പോയിട്ട് വേണം മറ്റു ജോലികൾ നമ്മൾ നോക്കണം. അത്രേ ഉള്ളൂ. 9 മണിക്ക് ശേഷം. അപ്പോ രാവിലെ വല്ല എന്തെങ്കിലും വല്ല കല്യാണം അവസരം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അതിന് അന്ന് ലീവ് നേരത്തെ കാലത്ത് കൊടുത്തിട്ട് പോകാൻ പറ്റിയ പോകും. അപ്പോഴും ചിലപ്പോ പറ്റില്ല. വീട്ടിൽ ഒരാൾ മരിച്ചാൽ പോലും ഇത് കൊടുക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ആൾക്കാര് ചോദിക്കുമല്ലോ. അത്രയും കൃത്യമുള്ള പണിയാണ്. പഴയതുപോലെയല്ല. ഇപ്പൊക്കെ മറ്റേ വീട്ടിന്റെ ഉള്ളിലേക്ക് ഗേറ്റ് റോഡിലാണല്ലോ മതിൽ കെട്ടിയിരിക്കുന്നെങ്കിൽ റബ്ബർ ബാൻഡിലിട്ടിട്ട്. കൂലിയൊന്നും നോക്കിയിട്ടല്ല. ഇത് ആ പ്രശ്നങ്ങളെ നിലനിർത്താൻ ഒരു സ്നേഹത്തിന്റെ നമ്മളെപ്പോഴും അടുപ്പവും കിട്ടും. സാമിനെ കാണണമെങ്കിൽ ഞാൻ അല്ലെങ്കിൽ ഇവിടെ വരണല്ലോ. ഇതാകുമ്പോ ദിവസം കാണും, അന്നാളുള്ള വിശേഷം പറയാ. പ്രിയമുള്ളവരെ നമസ്കാരം. എന്റെ പ്രിയ ജ്യേഷ്ഠനാണ് ശിവമണിയേട്ടൻ എന്ന് പറയാം. ഞങ്ങൾ ഒരുമിച്ച് മെമ്പറായിരുന്ന ഒരു വർഷം ഉണ്ടായിരുന്നു, 2005, 2010 കാലഘട്ടങ്ങളിൽ. 27 വർഷമായി പത്രക്കച്ചവടം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ 4 മണിക്ക് എണീറ്റ് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ദിനചര്യ ജോലിയാണ്. എല്ലാം മറന്ന് പത്രം വീടുകളിൽ എത്തിക്കുന്ന ജോലിയാണ്. മക്കളെ കുടുംബത്തെയൊക്കെ നോക്കി കല്യാണം കഴിച്ചു കൊടുത്തു. ഇപ്പൊ സമാധാനത്തിൽ അങ്ങനെ ഇരിക്കുന്നു. പല വിഷമങ്ങളുണ്ട്, അത് വീഡിയോയിൽ കൂടി പറയാൻ പറ്റില്ല. ബാല്യകാലം മുതലുള്ള എന്റെ സുഹൃത്താണ്. ആ ഒരു പത്രക്കാരുടെ ഒരു വേദനാജനകമായ സന്തോഷകരമായ ഒരു അനുഭവം നിങ്ങൾക്ക് പങ്കുവയ്ക്കാണ്. സ്നേഹത്തോടെ വാത്സല്യത്തോടെ നിങ്ങൾ സ്വന്തം രക്കപ്പെട്ട സ്വാമി, എന്റെ സഹസുഹൃത്ത് ശ്രീ ശിവമണിയേട്ടൻ. നന്ദി, നമസ്കാരം.